നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയിൽ അവന്തിക അടുക്കളയിൽ ഒരു ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നിട്ട് ചോദിച്ചു, നീ ഇതെന്തിട്ടോ അടുക്കളയില്? ഞാനൊരു ചായ വെക്കുമെന്ന് പറഞ്ഞു. ഓ, ചായയൊക്കെ വെക്കാൻ അറിയാമെന്ന് ചോദിച്ചു. അതിനിപ്പോ ഒരു ചായ വെക്കാൻ അതിനുമാത്രം പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലാമേ. അല്ല, ഞാൻ ചോദിച്ചാ നിനക്ക് എന്തു പറ്റിയെന്ന്. അതിനെന്താ, ഞാൻ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ആവത്തില്ലേ? ഞാൻ ചായ വെച്ചാലും കുടിക്കത്തില്ലെന്ന് ചോദിച്ചു. ഓ, എല്ലാരും കുടിക്കുകയൊക്കെ ചെയ്യും, നന്നായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഓ, അമ്മയെ ഒന്ന് സഹായിക്കാന്ന് കരുതിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. എന്നെ സഹായിക്കാനോ? അല്ല, അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്ത് അമ്മ മടുക്കല്ലേ, എന്നെയും കൂടെ പാചകമൊക്കെ ഒന്ന് പഠിപ്പിക്കുക. ഞാനും പഠിക്കട്ടെ, എങ്കിൽ പിന്നെ അമ്മയുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇത്തിരി കുറയില്ലോ എന്ന് പറഞ്ഞു. അതെ, എന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ നീ വരണ്ട. അതിന് എന്റെ മരുമോൾ ഇനി എന്നെ അടുക്കള സഹായിച്ചോളെന്ന് പറഞ്ഞു. ആര്? നവ്യ. പിന്നല്ലാതെ. അവൾക്കിപ്പോഴേ എന്നെ അഭിയം ഭയങ്കര കാര്യമാ, അതുകൊണ്ട് ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മനസ്സ് വിചാരിച്ചോണ്ടിരുന്നാ മതി. ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാലോ? ജീവിച്ചിരിക്കുന്ന സത്യം ഇപ്പോഴും ഉണ്ട്. ആനക എന്ന് പറയുന്ന പെണ്ണ് അറിയാലോ, എങ്ങാനും വല്ല DNA ടെസ്റ്റും നടത്തിയിട്ടുണ്ട്, തീർന്നു. അതോടുകൂടി ആദർശന്റെ എപ്പോഴെങ്കിലും കട്ട കലിപ്പിളകിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനവും സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. അപ്പോഴേക്കും ചുറ്റും നോക്കിയിട്ട് ചേച്ചി പറഞ്ഞു, ഒന്ന് പതുക്കെ പറയണി, മിണ്ടായി അവിടെ. അവൾ ഓരോന്നൊക്കെ കുത്തി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അമ്മ, ഞാൻ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞേ, അതിന് അമ്മ എന്നോട് ദേഷ്യപ്പെട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അല്ല, എനിക്ക് നല്ല സംശയമുണ്ട് നീ എന്റെ വയറ്റിൽ നിന്ന് തന്നെയാണോ പോന്നേന്ന്. കാരണം എടി, ഇപ്പോഴും നിനക്ക് എന്നെ അഭിനയൊക്കെ പഴിക്കാനാ താല്പര്യമല്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഒടുവില്ല അവന്തേക്ക് പറഞ്ഞു, ഇല്ല, ഞാനിനി അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മരുമോള് തന്നെ അമ്മയെ അഭിയേട്ടനെ ഇവിടുന്ന് മിക്കവാറും ചവിട്ടി പുറത്താകാനുള്ള ചാൻസ് ഉണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവന്തി എങ്ങോട്ട് പോയി. സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ജലജയ്ക്ക്. കാരണം ജലജയ്ക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. എപ്പോഴേത് നിമിഷം വേണേലും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ എല്ലാരും കൊല്ലൂന്ന് ഓർത്തിട്ട്, എല്ലാരും എന്ന് പറഞ്ഞാൽ തന്നെ അഭിയെ, ആ ഒരു ടെൻഷനിലായിരുന്നു ജലജ നടന്നിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോ അവന്തിക ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് അനിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അനിയേട്ട ഇത് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അനിയത് വാങ്ങിച്ചു കുടിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, കൊള്ളാലോ, ഇതിനകത്ത് ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, നീ ചായ വെക്കാനും പഠിച്ചോന്ന് ചോദിച്ചു. ഓ, ചായ വെക്കാനൊക്കെ എനിക്കറിയാം, അത്യാവശ്യം ഒരു ചായ വെച്ചോണ്ട് എന്താ എന്ന് ചോദിച്ചു. ആഹാ, നീയാള് കൊള്ളാലോ എന്ന് പറഞ്ഞു. അനിയേട്ട, ഞാനാണെങ്കിൽ ആകെപ്പാടെ ബോറടിക്കുവോ വീട്ടിൽ പറഞ്ഞു. ബോറടിക്കുവോ? അതേന്നേ, എന്ത് ചെയ്യാനെന്ന് പറ. എന്റെ അമ്മയുടെ അഭിയന്റെ സ്വഭാവമൊക്കെ അറിയാലോ, സംസാരിക്കാൻ പോലും കൊള്ളില്ല. പിന്നെ വല്യമ്മയോടാ ഇടയ്ക്കൊന്നിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നേ. പിന്നെ അനിയണ്ണ എല്ലാരും കൂടെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒറ്റപ്പെടല ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യാം, കമ്പനിയിലേക്ക് പോരെ, അവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പം അവധി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ചിലപ്പം വരേണ്ടി വരും. അവിടെ വരുവാണെങ്കിൽ ബോറടി മാറ്റാലോ. അല്ല, നിനക്ക് MD കസേല കയറി ഇരിക്കണം എന്നുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് ഇപ്പൊ അവധി പറഞ്ഞേ, എനിക്ക് അങ്ങനെ മോഹങ്ങളൊന്നും ഇല്ല. അല്ല, നീ MBA കഴിഞ്ഞല്ലേ, അപ്പൊ പിന്നെ നിനക്ക് MD കസേര കയറി ഇരിക്കാലോ. വേണ്ട അനിയേട്ടാ, കാരണം MD കസേര കയറി ഇരിക്കണം എന്നൊന്നും എനിക്കില്ല. പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പോരെ, അവിടെ വന്നിരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നീട് അവൻ ഇങ്ങനെ അടിമുടിയൊന്ന് അനിയൻ നോക്കി. എന്നിട്ട് പറഞ്ഞു, അനിയേട്ടാ, ഈ ഡ്രസ് കോഡൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഡ്രസ് കോഡ് അതെന്തിനാ? അനിയേട്ട ഡ്രസ്സിങ് അത്ര അങ്ങ് പോരാന്ന് പറഞ്ഞു. ഡ്രസ്സിങ് പോരാന്ന്? എനിക്കിതൊക്കെ മതി. പിന്നെ ആദർശനെ കണ്ടു വളർന്ന ആളല്ലേ അനിയേട്ടന്, എന്നിട്ടാണോ ആദർശൻ എത്ര നീറ്റായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത്? അത് പിന്നെ ആദർശേട്ടൻ അത് ഹാൻസം അല്ലേ, അതുകൊണ്ട് ആദർശേട്ടന് ഏത് ഡ്രസ്സ് ധരിച്ചാലും എങ്ങനെയാണെങ്കിലും ചേരുമെന്ന് പറഞ്ഞു. പിന്നെ അതൊന്നുമല്ല അനിയേട്ടൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാന് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൂടെ തരാം, അത് അനിയേട്ടൻ ധരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അനിയോദിച്ചു, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. ആ സമയത്ത് അനി പറഞ്ഞു, അതെ, എനിക്ക് എന്താണ് ഡ്രസ് കോഡൊന്നും മാറ്റാൻ താല്പര്യമില്ല. പിന്നെ ഒരു കാര്യം, ചായ കൊള്ളാം, ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത്ര നല്ലൊരു ചായ ഈ സമയത്ത് കൊണ്ടു തന്നതില് താങ്ക്സ് എന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല, നിന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറിയോ? എന്ത് വിഷമങ്ങള്? അല്ല, നവീനുമായിട്ടുള്ള കല്യാണം അവന് വേണ്ടാന്ന് പറഞ്ഞോണ്ട്. ഓ, അതൊരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ അനിയേട്ടാ, അതൊക്കെ അങ്ങോട്ട് മാറി, അതിനോട് പോവാൻ പറ, നമ്മളത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അവന്തി എങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഹനി ഇങ്ങനെ ആലോചിച്ചു, ഇവളാള് കൊള്ളാലോ, ഇത്ര പെട്ടെന്ന് തന്നെ ഇവളതൊക്കെ മറന്നുപോയാലോ, അത് നല്ലൊരു കാര്യമാ, അല്ലെങ്കിൽ ചിലപ്പോ വിഷമിച്ചിരിക്കേണ്ട വന്നേരം എന്ന്. പക്ഷെ അവന്തിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ അനിയോട് വന്ന് പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. പുതിയ തന്ത്രമായിട്ട് വന്നേക്കുവാ.
അനിയെ വിവാഹം കഴിക്കാനായിട്ടാണ് നാഗേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് അനിയൊന്ന് വശത്താക്കി എടുക്കണമല്ലോ. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് അവന്തിക തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ആദർശ് ഹോട്ടൽ മോഡേണിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ വന്ന റിസപ്ഷനിൽ റൂമും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞു, സാറേ ഡേവിഡ് സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പൊ സാറിന്റെ റൂം തന്നെ, തിരക്കുള്ള സമയമാണെന്ന് അറിയാലോ, അല്ലെങ്കിൽ സാറിന് ഒരിക്കലും റൂം കിട്ടില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എനിക്ക് ഇവിടെ ഈ ഹോട്ടലിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇവിടെ താമസിക്കണം തന്നെ ആഗ്രഹിച്ചേ. പിന്നെ പണം എത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കിക്കോളാം, പണം എനിക്കൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞു. അങ്ങനെ റൂമൊക്കെ ആദർശിന് കൊടുക്കുകയാണ്. ഏത് റൂമാ വേണ്ട എങ്ങനെയാന്നൊക്കെ കൊടുക്കുകയാണ്. ഈ സമയത്താണ് നാഗേന്ദ്രന്റെ വരവ്. നാഗേന്ദ്രന്റെ കാറിൽ നിറങ്ങിയിട്ട് ഒരു മാസ്ക് ഒക്കെ എടുത്ത് ധരിച്ച് നേരെ തന്റെ മുറിയിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് നാഗേന്ദ്രൻ ആ കാഴ്ച കാണുന്നേ. ആദർശ് അവിടെ നിൽക്കുന്നത് കാണുന്നേ. ആദർശ് അങ്ങനെയൊന്നും അറിയത്തില്ല, കാരണം ഒരു സിക്കാരൻ നിൽക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അയാളും കൂട്ടിക്കൊണ്ട് റൂം പോയി ആദർശനെയും കൂട്ടിക്കൊണ്ട് ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് വരുവാണ്. ആ സമയത്ത് നാഗേന്ദ്രൻ പെട്ടെന്ന് സൈഡിലേക്ക് മാറുന്നു, ഇപ്പുറത്തേക്ക് മാറുന്നു. നാഗേന്ദ്രന് പേടിയായിപ്പോയി. എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി, കാരണം പരിചയമില്ലാത്ത ഒരാളാ, തന്നെ കണ്ടാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഇവിടെ റൂം പോയി എന്ത് ചെയ്തു, ആദർശനെയും കൊണ്ട് നേരെ ആദർശിന്റെ മുറിയിലേക്ക് വന്നു. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി സാറെന്ന് പറഞ്ഞു. അങ്ങനെ മുറി കയറി കഴിഞ്ഞിട്ട് ആദർശ് മുറിയൊക്കെ നാഗപ്പാടെ നോക്കി. എന്നിട്ട് തന്നെ തലയിലുണ്ടായിരുന്ന ആ തൊപ്പിയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ഇടുവാണ്. കാരണം എത്ര സമയം എന്ന് വെച്ചാൽ ഈ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. സിക്കാരുടെ വേഷത്തിലാണല്ലോ ആദർശ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് ടെൻഷൻ അടിച്ച് നാഗേന്ദ്രൻ മുറിയിലിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാനേജർ അങ്ങോട്ട് വന്നു. എന്താ സാറെന്ന് ചോദിച്ചു. എടോ ഇവിടെ ആരാ വന്ന് പുതിയതായിട്ട് റൂം എടുത്തെന്ന് ചോദിച്ചു. അല്ല അതൊരു സിക്കാരനാന്ന് പറഞ്ഞു. ഏത് സിക്കാരനാണെങ്കിലും ശരി എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. എന്തിനാടോ അവർക്കൊക്കെ റൂം കൊടുത്തെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സാറ് ഡേവിഡ് സാറ് പറഞ്ഞിട്ടാ. ഏത് ഡേവിഡ് പറഞ്ഞിട്ടാണല്ലോ ശരി, എത്രയും പെട്ടെന്ന് അവൻ ഇവിടുന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഏൻ ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ആൾക്കാരും മാത്രം താമസിച്ചാൽ മതി, അല്ലാത്ത ആൾക്കാരൊന്നും ഇവിടെ താമസിക്കണ്ട. അല്ല സാറേ, ആ സാറിപ്പോ വന്നല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ ഞാൻ പറയുന്ന അനുസരിക്കാൻ നടിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? അയാളോട് പോകാൻ പറ, വേണമെങ്കിൽ ഇരട്ടി പൈസയും കൊടുത്തേക്കാൻ പറഞ്ഞു. സാറേ അയാൾക്ക് പൈസയുടെ ആവശ്യമൊക്കെ അത്ര ഉള്ളതെന്ന് തോന്നുന്നില്ല, കാരണം അയാൾ പൈസക്കാരനാന്ന് തോന്നേ, അതുകൊണ്ട് അങ്ങനെയൊന്നും പോകുന്നു തോന്നില്ല. എന്താടോ തനി പറയണേ? മര്യാദയ്ക്ക് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യണം. അറിയാലോ തനിക്ക് ഇവിടെ മാനേജർ കസേരയിൽ ഇരിക്കണോ വേണ്ടയോ? ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കണേന്ന് പറഞ്ഞു. ശരി സാർ, ഞാൻ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിട്ടോളാന്ന് പറഞ്ഞു. പിന്നെ അവനോട് പോയി കാര്യങ്ങൾ മാന്യമായിട്ട് എഴുതി സംസാരിക്കണം. അല്ല സാറേ അയാൾ പോയില്ലെങ്കിലോ? മാന്യമായിട്ട് സംസാരിച്ചിട്ട് പോയില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. തല്ല് കൊടുത്തിട്ടാണെങ്കിൽ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഒരു കാരണവശാലും അവനിവിടെ ഉണ്ടായിക്കൂടാ. കാരണം തനിക്കറിയാലോ പുറത്തുനിന്നൊന്നും ഒരാൾക്കും ഇവിടെ പ്രവേശനമില്ല എന്റെ അനുമതി കൂടാതെ. അതോടൊപ്പം തന്നെ അറിയാവുന്ന ആൾക്കാർ മാത്രം മതി ഇവിടെ. എടോ ഞാൻ അത്ര സീക്രട്ടായ സ്വഭാവമുള്ള ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ, അപ്പൊ അതുകൊണ്ടാ പറഞ്ഞേ, മനസ്സിലായല്ലോ? ശരി സാറെന്ന് പറഞ്ഞിട്ട് മാനേജർ പേടിച്ചു കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. അയാൾക്ക് പേടിയായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നാഗേന്ദ്രൻ പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കാനും പറ്റില്ല. ഇനിയിപ്പോ ആദർശിനെ എങ്ങനെയെന്ന് പറഞ്ഞു വിടും എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സ് നിറയും. പിന്നീട് മാനേജര് ആദർശിന്റെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ കോളുമ്പൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പോയി റൂം തുറന്നു കഴിഞ്ഞപ്പോ മാനേജര് ഇയാളായിരുന്നു എന്ന് ചോദിച്ചു. എന്താടോ കാര്യം എന്താന്ന് ചോദിച്ചു. അത് പിന്നെ സാറ് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? അത് സാറിന് ഞാൻ മുറി തന്നായിരുന്നല്ലോ, പക്ഷെ എങ്കില് അതിനകത്ത് കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എടോ മുറി തന്നേന് എന്താ പ്രശ്നം ഇരിക്കണെന്ന് ചോദിച്ചു. അതെ, ഒരു കല്യാണ പാർട്ടിക്കാര് ഇവിടെ മൊത്തം ബൾഗായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മുറിയൊക്കെ, പക്ഷെ എങ്കില് ആ കാര്യം ഞാന് ഓർത്തില്ലാന്ന് പറഞ്ഞു. ഓർത്തില്ലാന്നോ? അതെ, അവർക്ക് വേണോ വേണ്ടോന്നൊരു സന്ദേഹത്തിലായിരുന്നു അവര്, ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് സാറ് വന്ന് മുറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡേവിഡ് സാറെ. അപ്പൊ പിന്നെ ഞാൻ സാറിന് ഇങ്ങോട്ടേക്ക് അക്കോമഡേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴവര് വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് റൂമുകൾ മുഴുവൻ വേണമെന്ന് പറഞ്ഞു. കല്യാണ പാർട്ടിക്കാർക്ക് മൊത്തം റൂം വേണോ? ഒരു റൂം ഇപ്പൊ ഞാനിവിടെ കയറിയല്ലോ, അപ്പൊ അതുകൊണ്ട് ഈ മുറി വിട്ടുവന്നുകൂടെന്ന് ചോദിച്ചു. സാറേ അങ്ങനെ പറ്റില്ല, കാരണം അവര് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം. എടോ ഇതൊക്കെ നേരത്തെ താൻ ഓർക്കട്ടെ, ഇപ്പോഴാണോ പറയണെന്ന് ചോദിച്ചു. അതെന്റെ മിസ്റ്റേക്കാ സാറേ, പിന്നെ അവര് ഉറപ്പൊന്നും പറയാത്തോണ്ട് ഞാൻ സാറിന് മുറി തന്നെ. അത് മാത്രമല്ല അവർക്ക് എല്ലാ മുറികളും വേണമെന്ന് അവര് പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണ്, ഇതൊക്കെ നേരത്തെ ഓർക്കാതെ പറയാതെയൊക്കെയാണോടോ താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു എന്റെ എമൗണ്ട് റീഫണ്ട് ചെയ്യില്ലെന്ന് ചോദിച്ചു. ബുക്ക് ചെയ്ത എമൗണ്ട് അതൊക്കെ തരാം സാറേ, അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറേ, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞു.
അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ തന്നെ ആദർശിന് ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്ന്. പിന്നീട് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുനോട് പറഞ്ഞു, നന്ദു ഞാൻ ഹോട്ടൽ മോഡേണിലായിരുന്നു പറഞ്ഞു. എന്നിട്ട് എന്താവാനാ, ഇവിടുന്ന് റൂം എത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് മാനേജർ പറഞ്ഞു. അതെന്താ അങ്ങനെ അയാൾ പറഞ്ഞത്? ഓ, ഒരു കല്യാണ പാർട്ടി വളകായിട്ട് ഇവിടുത്തെ റൂമുകളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് പോലും. അല്ല, അതൊന്നും അയക്കാൻ നേരത്തെ അറിയത്തില്ലായിരുന്നോ? അതൊന്നും അറിയാതെയാണോ ആദർശാണ്ട് മുറി തന്നെ? നന്ദു, ഇതൊക്കെ ഒരു കളിയല്ലേന്ന് ചോദിച്ചു. മിക്കവാറും ഈ പറയുന്ന ഞാൻ ജ്വല്ലറിയുടെ MD അയാള് ഞാൻ ഇവിടെ വന്ന കാര്യം അറിഞ്ഞു കാണുമായിരിക്കും, പുറത്തുനിന്ന് ഒരാൾ വന്നെന്ന്. പക്ഷെ അപ്പൊ അയാൾക്ക് തോന്നിക്കണം അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നാലോ എന്ന്. അതുകൊണ്ടായിരിക്കും അയാൾ മാനേജറെ പറഞ്ഞു വിട്ടെ. അല്ല, അപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ അത് ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുടെ MDക്ക് പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും ഇവിടെ താമസിക്കുന്നത്. അത് നിന്നെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചിട്ടാല് ഒരു കാര്യം നീ ചെയ്യണം. എന്താന്ന് വെച്ചാല് ഈ മോഡേൺ ഹോട്ടലിലേക്ക് നിന്റെ ഒരു കണ്ണു വേണമെന്ന് പറഞ്ഞു. കാരണം അയാൾ ഇവിടെ തന്നെ കാണും. ജ്വല്ലറിയുടെ MD ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരാളെ ഇങ്ങോട്ടേക്ക് കയറ്റാത്തെന്ന് പറഞ്ഞു, പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ. ശരി ശരി എന്ന് നന്ദു പറഞ്ഞു. ആദർശനം വിഷമിക്കണ്ട, എന്ത് വേണമെന്ന് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നായരുടെ 3-ാം മാസം ചടങ്ങ് വരുമല്ലേ, അപ്പൊ നന്ദു മറക്കാതെ നീയും വരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ട് ആദർശേട്ടാ, തലേ ദിവസം തന്നെ അങ്ങോട്ട് എത്തിക്കണം, അറിയാലോ, അതൊക്കെ ഞാൻ വന്നോളാന്ന് നന്ദു ഉറപ്പ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ വസ്നര മുത്തശ്ശൻ മുറിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ഒരു ജ്വല്ലറി ബോക്സ് എടുത്ത് മുത്തശ്ശിയിലേക്ക് കൊടുത്തു. ഇതൊന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോ ഒരു അടിപൊളി നെക്ലേസ് ആയിരുന്നു. മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടു. ആഹാ, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു. ഇതാർക്കായിരിക്കും എന്ന് ചോദിച്ചു. നയനമോൾക്കാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ആഹാ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഞാൻ അവൾക്ക് കൊണ്ടേ കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഞാനിത് പ്രത്യേകം പറഞ്ഞു പണിയിച്ചാന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഇത്ര നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മേലെ വരാൻ മേലെ ചടങ്ങിനെന്ന് ചോദിച്ചു. അത് ശരിയാകത്തില്ല, ഞാൻ വന്നാൽ ശരിയാകത്തില്ല, നീ ഇത് കൊണ്ടേ കൊടുത്താൽ മതി, ഞാൻ വാങ്ങിച്ചു തന്നുള്ള കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ദേവേനെയും ജയനെയും കൊണ്ടേ കാണിക്കട്ടെ, എന്നിട്ടോ ഞാൻ വാങ്ങിച്ചാന്ന് പറയോ? അതെ, തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്, അറിയാലോ, ആരും തൽക്കാലത്തേക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി സന്തോഷത്തോടു കൂടിയിട്ട് ആ നെക്ലേസുമായിട്ട് ജയന്റെ ദേവേന്റെ ഒക്കെ അടുത്തേക്ക് ഇല്ലുവാണ്. അങ്ങനെ അവർ ഈ നെക്ലേസ് ഒക്കെ കാണിച്ചു. അപ്പോഴാണ് ജലജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജയ്ക്ക് കണ്ടപ്പോ സഹിച്ചില്ല. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, എന്റെ കുറച്ച് പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ട് ഞാനിത് പണിയിപ്പിച്ചെടുത്താന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, നോക്ക് ജയേട്ടാ, കണ്ടില്ലേ, ആദർശിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത്ര നല്ലൊരു നെക്ലേസ് ജയേട്ടൻ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. പിന്നെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർണത്തിന് പഞ്ഞു അല്ലേന്ന് ചോദിച്ചു. സ്വർണത്തിന്റെ പഞ്ഞുമായിട്ടല്ല, കണ്ടോ, എന്ത് നല്ല സെലക്ഷനാ അമ്മ സെലക്ട് ചെയ്തിരിക്കുന്നേ, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. ജലജിക്കാണ് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല ഇതൊന്നും. അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു, അച്ഛങ്ങ് നോക്ക്, നയനമോൾക്ക് കൊടുക്കാനായിട്ട് അമ്മ പ്രത്യേകം പറഞ്ഞ് പണിയിപ്പിച്ചാന്ന് പറഞ്ഞു. ആവാലോ, പൈസ ഇഷ്ടം പോലെ കയ്യിലുള്ള കഥയ്ക്ക് ആവാലോ, ട്രസ്റ്റിലെ അംഗങ്ങളാണല്ലോ, അപ്പൊ ഇഷ്ടം പോലെ പൈസ ഓരോരുത്തരുടെ കയ്യിൽ കാണും, അങ്ങനെ പൈസയുള്ളവരൊക്കെ ദൂർത്തടിച്ച് ചെലവായി കളയൂന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, അല്ല അച്ഛാ, അത് പിന്നെ നയനമോളുടെ 3-ാം മാസം ചടങ്ങല്ലേ, ആയിക്കോട്ടെ. ആദർശ് ഈ കമ്പനിയെ തകർത്തിട്ട് ഈ വീട് വിട്ട് ഇറങ്ങിയവനാ, അപ്പൊ അവനോടൊപ്പം അവന്റെ ഭാര്യ ഇറങ്ങി പുറപ്പെട്ടെ, അതുകൊണ്ട് എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ, ഞാൻ എതിരൊന്നും പറയില്ല, പക്ഷെ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, ഇങ്ങനെ ദൂർത്തടിച്ച് പൈസ കളയുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ എന്താണല്ലോ ഒരിടത്തേക്കും ഇല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പോകുവോ കൊടുക്കുവോ ലക്ഷങ്ങൾ ഒരു സമ്മാനം കൊടുക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, പക്ഷെ എനിക്ക് ഈ ലക്ഷങ്ങൾ കൊടുക്കുന്നതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആളാന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് ദേവേന് ഭയങ്കര വിഷമത്തോടു കൂടി മൂർത്തി മുത്തശ്ശനെ നോക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.